തോൽവികളിൽ നിന്ന് പടുതോൽവികളിലേക്ക് കൂപ്പുകുത്തുന്ന പിണറായി വിജയൻ സർക്കാരിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുൻപൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം നമ്മുടെ പിണറായി വിജയൻ സഖാവ് നോക്കിക്കൊള്ളുമായിരുന്നു. അണികളുടെ ഭാവം എന്തിനേറെ കോടതികൾക്ക് മുന്നിലുള്ള കേസിൽ പോലും സർക്കാർ പൊരുതി നേടുമെന്ന ധാരണ പൊതുവെ സഖാക്കൾക്കുണ്ടായിരുന്നു. തുടർഭരണം പിണറായി വിജയന് ലഭിച്ചതോടെ സഖാക്കൾ അസ്വസ്ഥരായി. എല്ലാം പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് അവർ കണ്ടത്. എല്ലാത്തിനും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആളിക്കത്തിയപ്പോൾ ഏറെ പരിഭ്രമിച്ചത് പാർട്ടിയുടെ സഖാക്കൾ തന്നെ. പൊതുവെ നിരീശ്വരവാദികൾ എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ അറിയപ്പെടുന്നത്. എന്നാലും നേതാക്കളൊക്കെ തലയിൽ മുണ്ടിട്ട് അമ്പല ദർശനവും പ്രാർത്ഥനയും ഒക്കെ പതിവാണ്. ജ്യോത്സ്യന്മാരെ അവർ പതിവായി കാണും. പിണറായി വിജയൻ സഖാവിന്റെ ജ്യോത്സ്യ പ്രേമമൊക്കെ കേരളത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ജ്യോത്സ്യന്മാർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്ത് പണിതതെന്നും ചില വ്യത്യാസങ്ങൾ വരുത്തിയതെന്നുമൊക്കെ നമ്മൾ കേട്ടു. ഇതേ ജ്യോത്സ്യന്മാർ മുമ്പ് അയ്യപ്പ കോപം മാറ്റാനായി ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്നും ഉപദേശിച്ചിരുന്നു. അയ്യപ്പ ഭക്തരെ ഉൾപ്പെടുത്തിയുള്ള അയ്യപ്പ സംഗമമാണ് ജ്യോത്സ്യർ ഉപദേശിച്ചത്. എന്നാൽ പിണറായി വിജയൻ നടത്തിയതാവട്ടെ സഹാക്കന്മാരുടെ അയ്യപ്പ സംഗമം. ഇതോടെ എല്ലാം അടപടലം പാളി. ഇന്നലെ ഹൈക്കോടതിയിൽ അതിശക്തമായ വികാരമാണ് നമ്മൾ ഉയർന്നു കേട്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി വിറപ്പിച്ചു കളഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായത് ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യമാണ്. ശങ്കർദാസും വിജയകുമാറും സർക്കാരിനേറെ പ്രിയപ്പെട്ടവരാണ്. 2 തലങ്ങളിലാണ് ഇവർ. രണ്ടുപേരും സർക്കാരിന് വേണ്ടപ്പെട്ടവരാകുന്നത്. രാഷ്ട്രീയപരമായി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്താൽ മറ്റു ചില അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ശബരിമല കൊള്ളയിൽ പരസ്യ പ്രസ്താവനയ്ക്ക് CPI പോലും ഇറങ്ങി തിരിച്ചേക്കാം. പിണറായി വിജയനെതിരെ ശബരിമല കൊള്ളയുടെ പേരിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന CPI നടത്തിയാൽ അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് പിണറായിക്കറിയാം. മറുവശത്ത് കേരളത്തിലെ ഒരു DIG ഹരിശങ്കറിന്റെ പിതാവാണ് ശങ്കർദാസ്. ഒരു DIGയുടെ പിതാവിനെ പോലും സംരക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളാണോ ഇപ്പോൾ ഭരണകൂടം നയിക്കുന്നത് എന്ന ചോദ്യം പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉയരും. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിന്നീട് ആ പോലീസ് സേനയെ തന്റെ വരിയിൽ നിർത്തുക പോലും പ്രയാസകരമാകുമെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ശബരിമല കൊള്ളയിൽ പത്മകുമാറിനപ്പുറം പ്രമുഖരിലേക്ക് അറസ്റ്റുകൾ നീളാത്തത്. ഇപ്പോൾ ഹൈക്കോടതി അതിശക്തമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിച്ചതോടെ ഈ അറസ്റ്റുകൾ ഉറപ്പെന്ന ഘട്ടത്തിലെത്തി. ശങ്കർദാസും വിജയകുമാറും ഒക്കെ അറസ്റ്റിലായാൽ മറ്റു ചില പ്രമുഖരിലേക്കും അന്വേഷണം എത്തുമെന്നുറപ്പാണ്. കാരണം ദേവസ്വം ബോർഡ് തീരുമാനത്തിന് പിന്നിലുള്ള യഥാർത്ഥ വസ്തുതകൾ ഇവർ വെളിപ്പെടുത്തും. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നത് എന്ന് പത്മകുമാർ നേരത്തെ ഒരു മൊഴി നൽകിയിരുന്നു. ഈ മൊഴി സ്ഥിരീകരിക്കുക മാത്രമായിരിക്കും ഇനി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ചെയ്യുക. ഇതോടെ അന്വേഷണം നേരെ കടകംപള്ളിയിലേക്ക് തിരിയും. അങ്ങനെയെങ്കിൽ എല്ലാം അടപടലം പാളും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരാജയത്തിന്റെ രുചി അറിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാണ് പിണറായി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ പിണറായി വിജയനെ എടുത്തൊടുത്തു എന്ന മാധ്യമ വാർത്തകളാണ് ആദ്യം നമ്മൾ കേട്ടത്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്രയൊന്നും പിണറായി വിജയനെ വിമർശിച്ചില്ല എന്നൊരു തിരുത്ത പിന്നീട് CPM തന്നെ നൽകി. ഗവർണർക്ക് മുന്നിൽ ചെന്ന് മുട്ടിടിച്ചു നിന്ന പിണറായി വിജയനെ പാർട്ടി തന്നെ വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങളൊക്കെ അത് പെട്ടെന്ന് വിശ്വസിച്ചു. കാരണം അതിനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിയിൽ ചോദ്യം ചെയ്യാനാവാത്ത ഒരു രാജാവിന്റെ റോളിലായിരുന്നു പിണറായി വിജയൻ. പാർട്ടിയും സർക്കാരും ഒക്കെ ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയ കാലഘട്ടം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കുവാനുള്ള നീക്കങ്ങളാണ് ഒരു വിഭാഗം നടത്തുന്നത്. അങ്ങനെ പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കുക മാത്രമാണ് പോംവഴിയെന്ന് പാർട്ടിയുടെ തന്നെ സഹാക്കളടക്കം പറയുന്നു. അടുത്ത തവണയും LDF അധികാരത്തിൽ എത്തിയാൽ പിണറായി വിജയൻ തന്നെയാകും മുഖ്യമന്ത്രി. 3ാം വട്ടം ഭരണത്തിനിറങ്ങിയാൽ ബംഗാളിന് സമാനമാകും കേരളത്തിലെ CPMന്റെ അവസ്ഥ. ശബരിമല കൊള്ള പോലെ ഒരു വിഷയം ആളിക്കത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ 3ാം ഭരണം പിണറായി വിജയനെ വീണ്ടും മത്തുപിടിപ്പിക്കും. അതുകൊണ്ട് തൽക്കാലം LDF തോൽക്കട്ടെ എന്ന CPMനുള്ളവർ പോലും കരുതുന്നു. കുറെ കാലമായി പിണറായി വിജയനെതിരെ ഉയരുന്ന ചില വിമർശനങ്ങളുണ്ട്. വേണ്ടത്ര ആലോചനകളൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് കടുത്ത തീരുമാനങ്ങൾ എടുക്കും. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ന്യായീകരണവാദവുമായി കളത്തിലിറങ്ങും. ഒടുവിൽ തിരിച്ചടി.
ഈ തിരിച്ചടി കിട്ടും എന്ന് തിരിച്ചറിയുമ്പോൾ സംഗതി പിൻവലിച്ചുകൊണ്ട് ഒരു ഓട്ടമാണ്. വല്ലാത്ത അവസ്ഥയാണ് ഈ ഏകാധിപതിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ വിവാദ വിഷയം പിൻവലിച്ചോടുമ്പോൾ കേടുപാടുകൾ പൂർണ്ണമായി ബാധിച്ചിരിക്കും ഈ സർക്കാരിനെ. അങ്ങനെയെല്ലാം ദ്രവിച്ച് വീഴാറായി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങളും പിന്നീട് അവ പിൻവലിച്ച് ഓടലും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളാണ്. എല്ലാത്തിനും ഒടുവിൽ ശബരിമല കൊള്ളയെക്കുറിച്ചുള്ള ഒരു പാരഡി പാട്ട്. ആ പാരഡി പാട്ടിനെ എടുത്ത അറബിക്കടലിൽ എറിയാം എന്ന മോഹത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടു CPM-ലെ ചില നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസും. എന്നാൽ സംഗതി അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പാട്ട എത്ര വേണമെങ്കിലും പാടിക്കോ എന്നായി പിണറായി വിജയൻ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആ പാട്ട് നിറയുകയാണ്. അയ്യപ്പന്റെ ഗാനങ്ങളാണ്, ശബരിമല സ്വർണം കൊള്ളയടിച്ച സഹാക്കളെ കുറിച്ചുള്ള പാട്ടുകളാണ്. ആ പാട്ട് വൈറൽ എന്ന് പറഞ്ഞാൽ കൊടും വൈറലായി. ഘടകകക്ഷികളുമായോ മറ്റു മന്ത്രിമാരുമായോ ആലോചിക്കുന്ന ഒരു പതിവ് ശൈലി ഒന്നും പിണറായി വിജയനില്ല. കാരണം തന്നെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരാളും മന്ത്രിസഭയിലോ ഘടകകക്ഷിയിലോ ഇല്ല എന്നാണ് പിണറായി വ്യക്തമായി പറയുന്നത്. പിണറായി വിജയൻ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരോ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോ ചെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ തീരുമാനം റെഡി. പിന്നെ തിരിച്ചടി സഹിക്കേണ്ടി വരുന്നതാവട്ടെ പാവം പാർട്ടിയും മന്ത്രിസഭാ യോഗത്തിനെത്തുമ്പോൾ മാത്രമാണ്. പല ഫയലുകളെയും കുറിച്ചുള്ള വിവരങ്ങളും മറ്റും മന്ത്രിമാർ അറിയുന്നത്. മിണ്ടാൻ കഴിയാത്ത മിണ്ടാപ്രാണികളായി അവരൊക്കെ അങ്ങ് മന്ത്രിസഭയിലിരിക്കും. PMC വിഷയം നേരത്തെ LDF-ൽ ചർച്ച ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ NDF-ഉം മന്ത്രിസഭയോ മറ്റു മന്ത്രിമാരോ അറിയാതെ ഒരു തീരുമാനമെടുത്തു. വിവാദം മൂത്തതോടെ തീരുമാനവും പിൻവലിച്ചോടുന്ന പിണറായി വിജയനാണ് ഒടുവിൽ കണ്ടത്. ഡൽഹിയിലെത്തി പിന്നാമ്പുറ ചർച്ചകളിലൂടെ ചില സമവായങ്ങളൊക്കെ ഒരുക്കിയ പിണറായി വിജയൻ ആ വിഷയത്തിൽ അങ്ങ് തോറ്റു പണ്ടാരമടങ്ങി. CPI-യുടെ പ്രതിഷേധമാണ് സർക്കാർ മുട്ടുകുത്താനുള്ള കാരണം. എന്നാൽ ഈ പ്രതിഷേധവും തുടർന്നുള്ള പിൻവാങ്ങലുമൊക്കെ ജനങ്ങളിൽ കൃത്യമായ ഒരു സന്ദേശം എത്തിച്ചു. ഇപ്പോൾ ശബരിമലയിൽ ഈടി വരികയാണ്. ഈടയുടെ ആദ്യ ലിസ്റ്റിൽ CPM-ലെ ഉന്നത നേതാക്കൾ എന്നാണ് വിവരങ്ങൾ. അതായത് ചെന്നിത്തല പറഞ്ഞ ചില കാര്യങ്ങളിൽ കോൺഗ്രസും അപതാളത്തിലാണ്. കാരണം സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എങ്ങനെയെന്നുള്ള ചോദ്യം, കോൺഗ്രസിലെ ചില മന്ത്രിമാരുടെ നേതാക്കളുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം, അങ്ങനെ പല ചോദ്യങ്ങളും ഉയരുകയാണ്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക് ഓടിച്ചെന്ന കേസുമായി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ഹൈക്കോടതി പിണറായിയെ പൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി പൂട്ടിയ പലതും തുറക്കുമ്പോൾ അതിൽ പിണറായിയും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം.